സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു മൗനത്തോടു കൂടി ഇതിരുന്നെല്ലാം കേട്ടതല്ലാതെ ഒരു മറുപടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ കൗൺസിലിൽ നടന്നത് ഇത്രയും വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ട് പോലും 2 മിനിറ്റ് കൊണ്ടൊരു നഗരസഭാ അധ്യക്ഷ നമ്മുടെ നാട് തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ഇത് അങ്ങനെ ഈ പിൻവാതിൽ കൂടെ വന്നിട്ട് മന്ത്രി വന്ന് ലിഫ്റ്റ് കൂടെ കയറി വന്ന് നടത്തേണ്ട ഒരു യോഗമൊന്നുമല്ല. ഇത് പബ്ലിക്കായിട്ട് നടത്തേണ്ട ഒരു യോഗം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി കൃത്യമായി അത് പരിഹരിക്കപ്പെട്ടു എന്ന് ഈ ഭരണസമിതിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ പെയ്ത മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു നഗരത്തിൽ. ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി BJP കൗൺസിലർമാരും കോൺഗ്രസ് കൗൺസിലർമാരും, അതുകൂടാതെ ഇന്ന് ആം ആദ്മി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള റോഡുകളെല്ലാം തന്നെ കുത്തിപ്പൊളിച്ചിട്ട സാഹചര്യവുമാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്കുള്ളിൽ ഒരു യോഗം നടക്കുന്നത്. ഈ യോഗം ഒരു രഹസ്യ യോഗം എന്നതാണ് ഏറെ പ്രത്യേകത ഉള്ള ഒരു കാര്യം. എന്നാൽ ഈ യോഗത്തിൽ നിന്നും BJP കൗൺസിലർമാർ പ്രതിഷേധിച്ച് ആ യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൂടാതെ ഒരു പ്രധാനമായും ഉയർന്നു വരുന്ന ചോദ്യം, എന്തിനാണ് ഇത്തരത്തിൽ രഹസ്യയോഗം ചേർന്നിരിക്കുന്നത് എന്നതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ BJP കൗൺസിലർമാർ മറുനാടനോട് സംസാരിക്കുന്നത്. ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം കോർപ്പറേഷനിൽ വെച്ച് നടന്നു. BJP കൗൺസിലർമാർ എന്ത് നിലപാടാണ് ഈ യോഗത്തിൽ സ്വീകരിച്ചത്? കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. BJPയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ആദ്യമേ തന്നെ മന്ത്രി ഒരു ആമുഖമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ മന്ത്രി വിവിധ വകുപ്പുകൾ ഇവിടെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. അതിനു മുമ്പ് ജനപ്രതിനിധികളുടെ അഭിപ്രായം അദ്ദേഹം ആരാഞ്ഞു. വളരെ കൃത്യമായി ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തലസ്ഥാന നഗരം കാലവർഷക്കെടുതിയിലും പകർച്ചവ്യാധിയിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തലസ്ഥാന നഗരസഭയും അതിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളുമാണ് എന്ന് BJP അസന്നിഗ്ധമായി പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് നിരവധി ആരോപണങ്ങൾ മാത്രമല്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ പറ്റാതെ അമ്പേ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്നുകൂടി ഞങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായി. 2017 നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇവിടെ അനുവദിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ അത് വകമാറ്റി ചിലവഴിച്ചും അതുപോലെ തന്നെ കൃത്യമായി സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാത്തതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് ഈ നഗരത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് 2 പ്രാവശ്യം തലസ്ഥാന നഗരസഭയുടെ മേയറായിരുന്ന ആളാണ്. അങ്ങേക്കറിയാം, മണിക്കൂറുകൾ മഴ പെയ്താലും തലസ്ഥാന നഗരത്തിൽ ഒരു വെള്ളക്കെട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അരമണിക്കൂർ മഴ പെയ്താൽ തലസ്ഥാന നഗരം വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ ജനങ്ങൾ ദുരിതത്തിലും അനുഭവിക്കുന്ന പ്രശ്നമാണ്. അനധികൃത നിർമ്മാണങ്ങൾ വ്യാപകമായി തലസ്ഥാന നഗരത്തിൽ നടക്കുന്നു. കയ്യേറ്റങ്ങൾ, ഇതിനെല്ലാം ഇവിടുത്തെ ഭരണസമിതി ഒത്താശ ചെയ്ത് വേണ്ട സഹായങ്ങൾ ചെയ്ത് എല്ലാ നീരൊഴുക്കുകളും തടസ്സപ്പെട്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു. ഇത് പ്രഹസനമാണ്. ഇത് ജനങ്ങളോട് നിങ്ങൾ നടത്തുന്ന വെല്ലുവിളിയാണ്. സ്കൂൾ തുറക്കാൻ 3 ദിവസം മാത്രമുള്ളപ്പോൾ നിങ്ങൾ നടത്തുന്ന ഈ യോഗം ഒരു പ്രഹസന യോഗമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ നിന്ന് അദ്ദേഹം വിളിച്ച യോഗത്തിന് ഒരു നന്ദി പ്രകാശനം നടത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ആ യോഗം ഇറങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം മുൻപ് ഈ നഗരത്തിൻ്റെ മേയർ കൂടിയായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആ മൗനമായി ഇരിക്കുന്നതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് തെറ്റുകൾ ഈ തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിക്കാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം അദ്ദേഹത്തിനുമുണ്ട്. ഒരു ഭരണസമിതി എടുക്കേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാർ ഇതിനകത്ത് കേവലം നഗരസഭയെ മാത്രം പഴിചാരിയിട്ട് കാര്യമല്ല. ഇന്നത്തെ യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ മേധാവികൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് കളക്ടർ ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ നേതൃത്വം കൊടുക്കേണ്ട പരിപാടികളെ സംബന്ധിച്ചും ജില്ലാ കളക്ടർ ആണ് ഇത്തരം വകുപ്പുകളുടെ ഏകോപനം നടത്തി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്.
അപ്പോൾ ജില്ലാ കളക്ടറിൻ്റെ അസാന്നിധ്യത്തിൽ അസിസ്റ്റൻ്റ് ജില്ലാ കളക്ടർ വന്ന അതിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ വകുപ്പുകളുടെ ഏകോപനവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സർക്കാരും പ്രതിക്കൂട്ടിലാണ്. അപ്പോൾ ആ കാര്യം കൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു മൗനത്തോടു കൂടി ഇതിരുന്നെല്ലാം കേട്ടതല്ലാതെ ഒരു മറുപടി അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല. നഗരസഭയിൽ ഒരു മന്ത്രിതല യോഗം നടക്കുന്നു, എന്തുകൊണ്ട് മാധ്യമങ്ങളൊന്നും തന്നെ ഈ ഒരു വാർത്ത അറിഞ്ഞില്ല എന്ന ചോദ്യവും ഉയർന്നു വരുന്നു. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ശരിക്കും മാധ്യമങ്ങൾ അതൊരു അന്വേഷണം നടത്തേണ്ടതാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങളെ ഈ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു വലിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു യോഗം വിളിച്ചപ്പോൾ എന്തുകൊണ്ട് മാധ്യമങ്ങളെ അറിയിച്ചില്ല? ഇത് രഹസ്യയോഗമല്ല, ഇത് രഹസ്യമായി നടത്തേണ്ട ഒരു യോഗമല്ല. പൊതുസമൂഹത്തിനിടയിൽ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ നഗരസഭയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയൊക്കെ അവർ സാധൂകരിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് ഫലവത്താക്കുന്നതെന്ന് പൊതുജന സമൂഹത്തെ അറിയിക്കണമെങ്കിൽ മാധ്യമങ്ങളിലൂടെ സാധിക്കുകയുള്ളൂ. ഇത് രഹസ്യമായിട്ട് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തീർച്ചയായിട്ടും മറുനാടൻ മലയാളിയും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആരായണം, ബഹുമാനപ്പെട്ട മേയറോട് ആരായണം, അത് പൊതുസമൂഹത്തിനിടയിൽ അറിയിക്കുകയും വേണം. തീർച്ചയായും ഇത് അങ്ങനെ ഈ പിൻവാതിൽ കൂടെ വന്നിട്ട് മന്ത്രി വന്ന് ലിഫ്റ്റൊക്കെ കയറി വന്ന് നടത്തേണ്ട ഒരു യോഗമൊന്നുമല്ല. ഇത് പബ്ലിക്കായിട്ട് നടത്തേണ്ട ഒരു യോഗം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. മന്ത്രി തീർച്ചയായിട്ടും ഈ നഗരസഭയുടെ മുൻവാതിൽ കൂടെ അല്ല കയറിയെന്നാണ് അറിയാൻ സാധിച്ചത്. പുറവശത്തുള്ള ലിഫ്റ്റ് വഴി കയറിയാൽ മന്ത്രി പോയി. സാധാരണ അങ്ങനെയല്ല, മന്ത്രിമാർ ഏത് മന്ത്രിമാർ വന്നാലും ഏത് എം എൽ എമാർ വന്നാലും നഗരസഭയുടെ പ്രധാന കവാടത്തിൽ കൂടെ തന്നെയാണ് മേയറെ കാണാൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. യോഗം ഇപ്പോൾ നടക്കുകയാണ്. ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള മഴ മുന്നറിയിപ്പുകൾ മുൻപേ വന്നതാണ്. അപ്പോൾ ഈ യോഗം ഇപ്പോൾ ചേരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം തിരുവനന്തപുരം നഗരസഭയിൽ, എല്ലാ നഗരസഭയിലും നടക്കുന്ന ഒരു കാര്യമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം എന്നുള്ളത്. ഇവിടെ തിരുവനന്തപുരം നഗരസഭയിൽ എപ്പോഴും മഴക്കാലപൂർവ്വ ശുചീകരണം മഴക്കാലത്താണ് നടക്കുന്നത്. ഇത് പല ആവർത്തി ഞങ്ങൾ ജനപ്രതിനിധികൾ കൗൺസിലും അതുപോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ കുടുംബം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മഴക്കാലത്ത് മുമ്പ് തന്നെ. കാരണം തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന എപ്പോഴും വെള്ളക്കെട്ടിൽ വരുന്നൊരു പ്രദേശങ്ങൾ ഒരുപാട്, അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളക്കെട്ടിൽ പോകുന്ന ഒരു പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണമെന്ന് പറഞ്ഞ് നാളിതുവരെ അതിനൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല. എപ്പോഴും കൗൺസിൽ വന്ന് നമ്മളിങ്ങനെ തർക്കം ഉന്നയിക്കുന്നതല്ലാതെ അതിനൊരു യാതൊരു മറുപടി ഒന്നും തന്നെ മേയറുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും രഹസ്യ സ്വഭാവമുള്ളൊരു മീറ്റിംഗ് ആയിപ്പോയി ഇന്നത്തുള്ളൊരു മീറ്റിംഗ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, കഴിഞ്ഞ കൗൺസിലിൽ നടന്നത് ഇത്രയും വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയം ഉണ്ടായിട്ട് പോലും 2 മിനിറ്റ് കൊണ്ടൊരു നഗരസഭ അധ്യക്ഷ നമ്മുടെ നാട് തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2 മിനിറ്റ് കൊണ്ടൊരു കൗൺസിൽ അവസാനിപ്പിച്ചു പോയ കാഴ്ചയാണ് കണ്ടത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഓരോ മാധ്യമ പ്രവർത്തകനും അവിടെ കണ്ടുകൊണ്ടിരുന്ന ഓരോ കൗൺസിലർമാർക്ക് പോലും മനസ്സിലാവാത്തൊരു സാഹചര്യമായിരുന്നു. പെട്ടെന്നൊരു കൗൺസിൽ തുടങ്ങി 2 മിനിറ്റ് കൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോലും നിൽക്കാതെ മേയർ ഇറങ്ങി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്രയും നമ്മുടെ നഗരം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു മീറ്റിംഗ് വയ്ക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ മാധ്യമങ്ങളെ പോലും അറിയിക്കാത്തത് വളരെ രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, നിങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യണം. കൗൺസിൽ യോഗമല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ മേയറുമായി ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കൗൺസിലർമാർ ചർച്ച ചെയ്തിരുന്നു? ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, പല ആവർത്തി നമ്മൾ പല കാര്യത്തിന് നമ്മുടെ അധ്യക്ഷയെ വിളിക്കും, ഫോൺ ചെയ്യുമ്പോൾ പോലും എടുക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ആവശ്യത്തിന് മേയറെ വിളിക്കണ്ട എന്നൊരു മാനസിക അവസ്ഥയാണ് നമ്മൾ ഓരോ ജനപ്രതിനിധികൾക്കും വരുന്നത്. കാരണം ഒരു കത്തിന് പോലും മേയറുടെ ഓഫീസിൽ പോയാൽ കൃത്യമായിട്ടൊരു മറുപടി കിട്ടാറില്ല. നമുക്കൊരു പാച്ച് വർക്കിന് ഒരു കത്തിന് പോയാൽ അല്ലെങ്കിൽ പല ആവശ്യം നഗരസഭ ജനപ്രതിനിധികളാണ്. ഇപ്പോൾ ഞാനടക്കമുള്ള ഓരോ ജനപ്രതിനിധികളും നമ്മൾ വാർഡിൽ നിന്ന് ജയിച്ചു വന്ന് നമ്മുടെ വാർഡിലെ ഒരു ജനങ്ങളുടെ ശബ്ദമായിട്ടാണ് നമ്മൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങളോടാണ് നമ്മൾ മറുപടി പറയേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നമ്മൾ നഗരസഭയിലേക്ക് വരുന്നത്. പക്ഷേ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ മേയറുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ അധ്യക്ഷയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തിരിച്ച് വളരെ പരിതാപകരമായിട്ടുള്ളൊരു മറുപടി അല്ലെങ്കിൽ നമുക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ നമുക്കൊരു മുഖഭാവം പോലും തരാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മേയറെ സമീപിക്കാത്തൊരു സാഹചര്യമാണ്. നമ്മൾ തന്നെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് പതിവ്. നമ്മുടെ വാർഡിൽ തന്നെ ഇപ്പോൾ വെള്ളക്കെട്ടോടനുബന്ധിച്ച് പല ഭാഗങ്ങൾ ഇടിഞ്ഞു പോയതായിട്ടുണ്ട്, വാർഡ് മൊത്തം വെള്ളം കയറിയതായിട്ടുണ്ട്. പക്ഷെ നാളിതുവരെ ഒരു നടപടിയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ
നമ്മളോട് ചെല്ലുമ്പം തന്നെ പറയുന്നത് ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ ഈ മഴക്കാലത്താണോ ശുചീകരിക്കാൻ വന്നത്, മഴക്കാലത്താണോ വൃത്തിയാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ വാർഡിൽ പല വർക്കുകളും കോൺട്രാക്ടർമാരെടുത്ത വർക്കുകൾ ചെയ്യുന്നില്ല. അപ്പോൾ പല ആവർത്തി പരാതി പറഞ്ഞിട്ടും മീറ്റിങ്ങുകൾ പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല. നമ്മൾ കോൺട്രാക്ടർമാരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നാളിതുവരെയായിട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടാതെ ഞങ്ങൾ എങ്ങനെയാണ് വേറൊരു വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ എവിടെ ചെന്ന് പരാതി പറയണമെന്ന്. കാരണം എവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഡിലെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് തീർത്ത് തരണമെന്ന് ഉത്തരം തരേണ്ട നഗരസഭ അധ്യക്ഷ തന്നെ എങ്ങനെയാണ് കാണിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കൗൺസിൽ വിളിക്കുമ്പോൾ പോലും പെട്ടെന്ന് പിരിച്ചുവിടുന്നൊരു സാഹചര്യമുള്ളപ്പോൾ ഞങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത്? ജനങ്ങളോട് നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ഈ ഒരു ഭരണകാലഘട്ടത്തിൽ നമ്മുടെ മേയർക്ക് ഇത്തരം പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പരിഹരിക്കാൻ ഈ മേയർക്ക് സാധിക്കില്ല. അല്ല, ഒരു പൊതുപ്രവർത്തകയ്ക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് ജനങ്ങളോട് ധാർഷ്ട്യമില്ലാതെ പെരുമാറുക എന്നുള്ളതാണ്. ഇവർ അധികാരത്തിൽ വന്ന നാൾ മുതൽ അവർ വലിയൊരു പദവിയിലിരിക്കുന്നു. ആ പദവി ജനങ്ങളോടുള്ള വെല്ലുവിളി നടത്താനുള്ളൊരു പദവിയാണ് എന്നുള്ളൊരു ധാരണയിലാണ് അവർ മുന്നോട്ട് പോയത്. മേയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനവും ജനങ്ങളോട് നല്ല സ്നേഹവും അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപഴകി നിൽക്കാനും അല്ലെങ്കിൽ അവരോടൊക്കെ നല്ല താതാത്മ്യം പ്രാപിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വരേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയുടെ അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഈ തലസ്ഥാന നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിക്ക് വലിയ ധാർഷ്ട്യവും അഹങ്കാരവും തുടക്കം മുതലുണ്ട്. അതിന് കാരണം അവർക്ക് 5 സീറ്റിൻ്റെ പിൻബലം കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരിക്കലും ഈ മേയർക്ക് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാനുള്ള പ്രാപ്തിയില്ല, കഴിവില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായോഗിക തലത്തിൽ പരിജ്ഞാനമില്ല. അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന നഗരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഭരണസമിതിക്ക്, ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തുടക്കം മുതൽ പറയുന്നത്. അത് അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്, കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കി കൃത്യമായി അത് പരിഹരിക്കപ്പെട്ടു എന്ന് ഈ ഭരണസമിതിക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഈ ഭരണസമിതിക്ക് പ്രത്യേകിച്ച് ഈ മേയറുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ചെയർപേഴ്സന്മാർ പോലും വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സമീപനമാണ്. പ്രതിപക്ഷ ബഹുമാനമില്ല. കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയോ ത്രാണിയോ ഇല്ലാത്ത ഒരു ഭരണാധികാരികളായി മാറിയിരിക്കുന്നു. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. എന്തായാലും പ്രതിപക്ഷ കൗൺസിലർമാരോട് ഉൾപ്പെടെയുള്ളവർ, ജനങ്ങൾ അവരവരുടെ വാർഡിലുള്ള കൗൺസിലർമാരോട് നിരവധി കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മഴക്കാലപൂർവ്വ പരിപാടികളെല്ലാം തന്നെ, ശുചീകരണ പ്രവർത്തികൾ ഉൾപ്പെടെയുള്ളവ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വളരെ മോശമായ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും നിലനിൽക്കുന്നത് എന്നത് വ്യക്തം തന്നെയാണ്. എന്തിനാണ് ഈ രഹസ്യയോഗം നടത്തിയത് എന്നതും BJP കൗൺസിലർമാർ ഇപ്പോൾ മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.